നിങ്ങൾക്ക് കാണണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിപ്പോൾ പുറത്ത് വന്നിരിക്കുക ഒരു N95 മാസ്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര പൊടിയും പുക മാതിരി പൊല്യൂഷൻ കൂടിയിട്ട് ഡൽഹിയിൽ ഒന്നും പറയണ്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഡൽഹി ഫൈനലി ഇപ്പോൾ നമ്മളിവിടെ പൊല്യൂഷൻ കൂടിയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എനിക്ക് ആദ്യം തന്നെ തോന്നുന്നായിരുന്നു നല്ലോണം പൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ സർക്കാരല്ലേ, എല്ലാവരും എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അവർ ഗ്രാബ് ഫോറിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഗ്രാബ് 4 ഇന്ന് അവർ ലാഗു ചെയ്ത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇപ്പോൾ കുട്ടികളൊക്കെ ഹൈബ്രിഡ് മോഡിലാണ്. അപ്പോൾ ഇപ്പോൾ യാവിനിപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, ഇന്ന് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. ഞാൻ ചെന്നിട്ട് 2 N95 മാസ്കും N95 2 മാസ്കും മേടിച്ചു തുടങ്ങും. അറിഞ്ഞൂടെ എങ്ങനെയാണ്. ഇതാണ് മാസ്ക്, മെഡോക്സി N95 BFE. ഇത് കണ്ട ഇവിടെ 99% PFE, 95%. N95 99% എന്നുള്ള ഇതാണ് 365 days ഓഫ് പ്രൊട്ടക്ഷൻ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചത്. ആമസോണിൽ നോക്കിയപ്പോൾ ഭയങ്കര വില. ഇതെനിക്കിപ്പോൾ 90 rupees കിട്ടിയത് ഒരു മാസ്ക്. ഉടനെ യാവിന് മേടിച്ചു, ഉടനെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചു. അപ്പോൾ ഇതില്ലാണ്ട് ഇനി പറ്റില്ല മോനെ, അല്ലാണ്ട് ഭയങ്കര ഇതാണ്. ഇന്നലെ ഞാൻ നോയിഡ വരെ പോയിരുന്നു. അപ്പോൾ നോയിഡ പോയപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ. എനിവേസ് ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്, വാട്ട് ടു ഡു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു, ഞാൻ എന്താ പറയുക ഡ്രില്ലിംഗ് മെഷീൻ മേടിച്ചിരുന്നു. പിന്നെ എൻ്റെ ഈ ഹോം തിയേറ്ററിൽ ഇത് ഒക്കെ ഫിക്സ് ചെയ്യാനായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഷൂട്ട് ഞാൻ ചെയ്തിരുന്നു, പക്ഷേ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാരണം ആ വ്ളോഗ് ഇട്ടില്ല ഞാൻ. ഇനി അത് തിരിച്ചിടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് മൈ വ്ളോഗ് ടുഡേ വിത്ത് ദിസ്. സോ വെൽക്കം ടു മൈ ചാനൽ. ഇഫ് യു ആർ ന്യൂ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ പ്ലീസ് വാച്ച് ദി കംപ്ലീറ്റ് വ്ളോഗ് സോ ദാറ്റ് ഇറ്റ് സപ്പോർട്ട് മീ ആസ് വെൽ. എൻ്റെ ഈ ഹോം തിയേറ്ററിൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സ് ഇതേ പറഞ്ഞ് ഞാനിവിടെ ഫിറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞാൽ അവിടെ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്, വയറൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇതേ ഈ ഹോളൊക്കെ ഒന്ന് നിറയ്ക്കണം. എന്താ എല്ലാതും ഓട്ടയാക്കി വെച്ചിട്ട്, ഇതൊക്കെ ഈ എയർടെലിൻ്റെ ആൾക്കാരും അവരൊക്കെ വന്നിട്ട് ചെയ്ത ഹോൾ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിറയ്ക്കണം, ഒന്ന് ക്ലീൻ ആക്കണം. ബാക്കി എന്താ ഇന്ന് വീട്ടിലുള്ള പരിപാടിയില്ല. പിന്നെ കുറേ തുണികൾ കഴുകാണ്ട്. ഇതേ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഒരാഴ്ചയിൽ തുണികൾ ഇതൊക്കെ കഴുകാണ്ട്. ഓൾറെഡി കഴുകാൻ തുടങ്ങി ഞാൻ. ഇതൊക്കെ ഇനിയും ബാക്കിയുണ്ട്. എനിവേസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഫുൾ ഇതാ. നമ്മുടെ ഇന്ന് പണി ഉണ്ട്, പക്ഷേ ഞാനത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മളുടെ വീട്ടുപണി ആദ്യം തീർക്കട്ടെ, അതുകൊണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിന് ഇതാണ് നമ്മൾക്കൊരു ഫായ്ദ. അപ്പോൾ ഇഫ് യു തിങ്ക് ദാറ്റ് വർക്കിംഗ് ഫ്രം ഹോം ഈസ് നോട്ട് ഗുഡ്, ഐ റിയലി ലവ് വർക്കിംഗ് ഫ്രം ഹോം. കാരണം നമുക്ക് വീടിൻ്റെ പണിയും ചെയ്യാൻ പറ്റും, സെയിം നമുക്ക് നമ്മളുടെ പണിയും ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് ബിക്കോസ് ഐ എം ബ്ലെസ്ഡ് അറ്റ് ദി മൊമെൻറ്റ് ബിക്കോസ് ഓഫ് കാരണം വൈഫിന് ഓൾറെഡി വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ ആൾ ജോലിയാണ്. ആൻഡ് ടു ലുക്ക് ആഫ്റ്റർ മൈ സൺ, everything, so there should be someone at home. So I think I'm blessed to have a job like I'm working from home. I think I've told you also that ഞാൻ വെബ്സൈറ്റ് ഡിസൈനിങ്ങും വെബ് ഡെവലപ്മെൻറ്റും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 കമ്പനീസിൻ്റെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ഒരു നല്ലൊരു ഇൻകം അതിൽ നിന്ന് വരാറുണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് എൻ്റെ സമയം അനുസരിച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കഴുകലൊക്കെ തുടങ്ങി. ഇതാണ് സംഭവം. കുറേ തുണികളുണ്ട് ഇപ്പോൾ പണി വീട്ടിലില്ലാഞ്ഞിട്ടില്ല, എല്ലാ ദിവസവും നല്ല പണിയുണ്ട്. ഡൽഹിയിൽ ഇതുമാതിരിയാണ് കൂടെയും കച്ചറൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ. ഇങ്ങനത്തെ ഒരു സൈക്കിൾ വരും. അതിൽ വന്നിട്ട് അവർ എല്ലാ ഫ്ലാറ്റിൽ നിന്നും കൂടെയും കച്ചറയും കളക്ട് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അവർ അതിൽ നിന്ന് ഡംപ് ചെയ്യും. ഇന്നലെ യാവിന് അവൻ്റെ അങ്കിള് ട്രീറ്റിന് വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് സ്പെക്കറ്റി തിന്ന്. യാവിൻ, ദിസ് ഈസ് വെരി ലെസ്. വേണ്ട, ഇത്രയേ ഉള്ളൂ. അവൻ ഇത് മതി. അത്ര വെച്ചിട്ട് എന്താണ് Yavin, this is very less, Baba. What is very less? Spaghetti. Is it enough for you or I'll warm up chicken curry roll? Where is it? Oh, no, only that much is there. It looked so much more yesterday. See. Yeah, I'll just have it. I don't know.
എണ്ണ ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പരിപാടികൾക്ക് കടക്കാം. കുറേ നാളായി അത് വെച്ച് ഇതുണ്ട്. ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മേടിച്ചപ്പോൾ ഈ 2 പത്തി, ഒരെണ്ണത്തിന് 20 രൂപ, 40 രൂപയ്ക്ക് 2 പത്തി കിട്ടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ഇറ്റ് ലുക്സ് വെരി ബാഡ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഞാൻ മേടിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ നമുക്ക് വോളുമ അടിക്കാം. സോ ഇപ്പം ഞാൻ ഈ ഒരു ഗാർബേജിൻ്റെ ഇതെടുത്ത് അതുമ്പോൾ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇറ്റ്സ് എ മെസ്സി ജോബ് ബട്ട് ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നാം, പക്ഷേ അല്ല. ഇറ്റ്സ് റിയലി മെസ്സി. ഈ പ്ലാസ്റ്റിക് കവർ ശരിയല്ല. Not. So we take this on this. Yes. But let's fill this up. Yo. കേറ്റാനാ ബുദ്ധിമുട്ട്. മറ്റന്നാൾ ഈ പെയിൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നാൽ നമ്മുടെ ഓണർ പറഞ്ഞു അവർ പെയിൻറ്റിങ് ചെയ്തോളെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹോളൊന്നാണ് അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പണ്ട് ഇതിൻ്റെ പുറത്ത് ഓറഞ്ച് പെയിൻ്റ് ആയിരുന്നു തോന്നുന്നു. കണ്ട ഓറഞ്ച്. കഴിഞ്ഞ ഇത്രയുള്ളൂ പരിപാടി, ഇത്രയുള്ളൂ സംഭവം കഴിഞ്ഞു. ഇനി എവിടെ ഓട്ടൊന്നും കാണില്ല. അപ്പോൾ എല്ലാ ഓട്ടയും നമ്മൾ ഫുൾ ചെയ്ത് ഇപ്പോഴും ബാക്കിയുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ആയുധങ്ങളാണ്. വീടിൻ്റെ പണിക്ക് പലപ്പോഴും ആവശ്യം വരുന്നതാണ്. സിംപ്ലസ്റ്റ് ഓഫ് ദി സിംപ്ലസ്റ്റ് തിങ്സ് സംടൈംസ് യുനോ ഗിവ്സ് us lot of കുറേ കാര്യങ്ങൾ സൊല്യൂഷൻ നമുക്ക് തരും. സോ ഈ പത്തിയൊക്കെ മേടിച്ച് വെച്ചത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതെടുത്ത് കളഞ്ഞാൽ മതി. ബേസിക്കലി ഇത് ബാലൻസ് വന്നു, അത്രയും ഉണ്ടായിരുന്നില്ല ഓട്ട. ദാറ്റ്സ് ഇറ്റ്. ഞാൻ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വരട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം. ഇത് ഞാൻ കളയണില്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ. എവിടെയെങ്കിലും മൂലയ്ക്ക് വയ്ക്കാൻ ആവശ്യം വരും പിന്നെ നെക്സ്റ്റ് യൂസിന്. ഇത് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് നമ്മൾ തുറന്നു വയ്ക്കാൻ പാടില്ല. എൻ്റെ ഒരു സംഭവമുണ്ട്. ഇത് ഏതാണ് ആ സംഭവം? ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ചൂടാവും ഇത്. പിന്നെ അതിൻ്റെ നമുക്കിതൊന്ന് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. ചൂടാവട്ടെ. കണ്ടാ ശീലായി. ഗുഡ്. നമ്മുടെ സംഭവങ്ങളിലൂടെ വയ്ക്കാം. പിന്നെ ആവശ്യം വരും നെക്സ്റ്റ് ടൈം നമുക്ക് ഉപയോഗിക്കാം.
അങ്ങനെ അത് സെറ്റായി. ഐ നോ ദിസ് ലുക്സ് എ ബിറ്റ് ബാഡ്, പക്ഷേ നാളെ അവർ വൈറ്റ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും. സോ ദർ വിൽ ബി നോ പ്രോബ്ലം വിത്ത് ദിസ്. ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും നല്ല ഇതാവും. പക്ഷേ ബെറ്റർ ദാൻ ഹാവിങ് ദാറ്റ് ബ്ലാക്ക് ഹോൾ യുനോ ദാൻ ദിസ് യുനോ അറ്റ്ലീസ്റ്റ് ഫിൽ ചെയ്യില്ലേ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ പണി കഴിഞ്ഞു. നമ്മുടെ ഡൽഹിയിൽ ഒരു വീട് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബേസിക്കലി നമ്മുടെ ലാൻഡ് ലോഡ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതല്ല, പക്ഷേ ഭയങ്കര മടിയാണ് ഇവന്മാർക്ക്. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ഇപ്പം നമ്മളുടെ തന്നെ ഇവിടെ കുറേ ഈ മഴ ഉള്ള കാലത്ത് കുറേ വോളിൻ്റെ അവിടെ ലീക്കും മറ്റൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ പൂപ്പിൽ പിടിച്ചിട്ട് യൂനോ അതിൻ്റെ വൈറ്റ് വാഷ് ചെയ്തൊക്കെ പോയി തുടങ്ങി. യാവിൻ്റെ റൂമിൻ്റെ ഇന്നലെ ഞാനത് സ്ക്രൈപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആൾ പിന്നെ ഓക്കെയാണ് നമ്മളാണോട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ ഈ മെയിൻ്റനൻസ് ചെയ്യാറില്ല. അതിന് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ കിച്ചൻ്റെ ഇതുണ്ടായിരുന്നു പൈപ്പ്, അപ്പോൾ അത് ശരിയാക്കാൻ ആൾ വിട്ടു, പ്ലംബറിന് വിട്ടു. പക്ഷേ 200 റുപ്യ കാണാൻ അതിൻ്റെ ഒരു എന്തോ നിപ്പിളിൻ്റെ വരുന്നുണ്ട്. അത് കാരണമാണ് ലീക്ക് വന്നിരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് തന്നെ 200 റുപ്യ കൊടുക്കേണ്ടി വന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ സെൻഡ് സം വൺ, സോ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ വന്നുകൊണ്ടിരിക്കും നമ്മൾക്ക് ഹോം ഇമ്പ്രൂവ്മെൻ്റ് ഇതിലും പ്ലസ് ഹോം മെയിൻ്റനൻസും ഇതിനൊക്കെ. അപ്പോൾ അതിനായിട്ട് തന്നെ ചെറുതായിട്ട് ഒരു മാസം ഒരു ബജറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കണം. കാരണം ഒന്നാമത്തെ ബിൽഡിംഗ് തന്നെ കുറച്ച് പഴയതാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഇവിടെ ഉള്ളവർ വെച്ചിട്ട് നമ്മളുടെ ബിൽഡിംഗ് കുറച്ച് പുതിയതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും. നമ്മളിപ്പോൾ ഒരു കൊല്ലമായി, എക്സാക്ട്ലി ഒരു കൊല്ലമായി. ഈ ഡിസംബറിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്, കഴിഞ്ഞ ഡിസംബറിൽ. അപ്പോൾ ഈ ഡിസംബറിൽ നമ്മൾ എക്സാക്ട്ലി ഒരു കൊല്ലമായി. ഇതുവരെ ആൾ കോൺട്രാക്ടർ റിന്യൂവലിൻ്റെ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഒന്നും, എന്ന് വെച്ചാൽ കൂട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ എല്ലാ മാസവും ടൈമിൽ റെൻറ്റ് കൊടുക്കണോണ്ട് ആൾക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ എൻ്റെ മുകളിൽ താമസിക്കുന്ന 2 ആൾക്കാർ ഇതുവരെ മാറി. അപ്പം നമ്മൾ മാത്രം മാറിയിട്ടില്ല. സോ താങ്ക്ഫുള്ളി വി ആർ ഗുഡ് വിത്ത് ദ ഓണർ ആൻഡ് ഹീ ഈസ് ഓൾസോ നൈസ്. അപ്പോൾ യുനോ വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ദിസ് ഹൗസ്. ഓക്കെ, ഇന്നലെ ഞാൻ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. യാവിൻ കഴിച്ചില്ല, യാവിൻ പുറത്ത് പോയി കഴിച്ചുകൊണ്ട് ഇത് ബാക്കിയായി. ഇപ്പോൾ ചിക്കൻ കറിയും പിന്നെ ചോറും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഉച്ചക്കലത്തെ ഭക്ഷണമാക്കാം. കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. എനിക്ക് ഈ തണുപ്പത്തുണ്ടല്ലോ കഴുകാൻ ഭയങ്കര മടി. ഒന്നും പറയണ്ട, വെള്ളം ഭയങ്കര തണുപ്പ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഇതില്ല, വാട്ടർ ഹീറ്റർ ഇല്ല. മമ്മി വെക്കാൻ പറഞ്ഞാണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ തൽക്കാലം വേണ്ട, കാരണം നല്ല വില ഉണ്ടായിന്. 10,000 റുപ്യ ഉണ്ടായിന്. ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. ഈ കൊല്ലെങ്കിലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം നമ്മളിപ്പോൾ സെറ്റിൽ ഡൗൺ അല്ലേ ചെയ്യണുള്ളൂ. അപ്പോൾ പൈസയ്ക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കൈ കൊണ്ട് ഇമ്മേഴ്സീവ് ഹീറ്ററില്ലേ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വില കുറവിന് കിട്ടും. അത് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അതിനെ ഉപയോഗിക്കണം നമ്മൾ. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കളയണം. ഇതിൽ വെള്ളമില്ലല്ലോ. ഡൽഹിയിൽ വെള്ളം ഇത് ഇങ്ങനത്തെ ബോട്ടിലാണ് വരാറ്. ഇത് മിനറൽ വാട്ടറാണ്. ഇതൊരെണ്ണം ബിസ്ലേരി, ഇത് 100 റുപ്യയുടെയും പിന്നെ ഇത് ലോക്കൽ ഇത് 50 റുപ്യയുടെയും. നോർമൽ ഇവിടുത്തെ ആൾക്കാർ ക്ലീൻ ചെയ്തിട്ട് ചെയ്യണത്. അപ്പോൾ RO വാട്ടർ എന്നാണ് പറയണവർ. ഇപ്പോൾ ഞാൻ ഇവിടെ RO വെച്ചിട്ടില്ല, നമ്മൾക്ക് ഒരെണ്ണം ഗിഫ്റ്റായിട്ട് കിട്ടി. പക്ഷേ അതിൻ്റെ 6 മാസം വെച്ചിട്ട് 4,500 റുപ്യ 5,000 റുപ്യൊക്കെയാണ് അവരുടെ ആ ഫിൽറ്ററിന് വേണ്ടി മാത്രം. സോ ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ ഈ വെള്ളം ചീപ്പായിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് വാട്ടർ. ഇത് നമ്മൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ പച്ചക്കറിയും പിന്നെ മീറ്റൊക്കെ വരുമ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് മിനിയാന്ന് ഞാൻ തുടച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഭയങ്കരമായിട്ട് പൊടി വന്നു. ഈ പൊല്യൂഷനിൽ ഇവിടെ ഈ ഡസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. സാധാരണ തണുപ്പത്തിന് ഞാൻ ശ്രദ്ധിച്ച് ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഫോമായി തുടങ്ങും. കാരണം ഇവിടെ കൺസ്ട്രക്ഷനും റോഡിൻ്റെ കൺസ്ട്രക്ഷനും പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഏറ്റവും കൂടുതൽ നമുക്ക് തണുപ്പത്ത് എത്ര ക്ലീൻ ചെയ്താലും ഈ ഡസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡെയിലി അറ്റ്ലീസ്റ്റ് 2-3 പ്രാവശ്യങ്ങളും ക്ലീൻ ചെയ്യണം. You want to have food? I'm making warm now, chicken curry.
don't know. I'll call him in some time. He must be busy. I called him, but Are you also did online one? yeah. I think so. He did online. Yesterday he was a bit confused, but This is reusable for how long? I don't know. See. 365 days. അപ്പോൾ നമ്മൾക്കൊന്ന് ഫുഡ് കഴിച്ച് കളയാം. ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി. ഇന്ന് ജോലിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലയൻസിൻ്റെ പണിയൊക്കെ ഒന്ന് തീർക്കണം. അധികമില്ല, കുറച്ചുള്ളൂ ഇന്ന് അധികം. നാളെ ഉണ്ട് പണി. ഓക്കെ ഗൈസ്, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. യാവിന് ഓൾറെഡി ആ സ്പെഗറ്റി കഴിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സോന മസൂർ റൈസ് മേടിച്ചു. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഗൈസ് ഈറ്റ് സോന മസൂർ റൈസ്. സോന മസൂരി ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ റൈസ് തന്നെയാണ്. നല്ല വെളുത്ത നിറമാണ് ഇതിന്. പ്ലസ് അതുമാത്രമല്ല, ചെറിയ റൈസ് അത്, ബാസ്മതി മാതിരിയല്ല. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കില്ല അധികം. നമ്മൾ അപ്പം തന്നെ തിന്നാന്ന് വെച്ചാൽ ഇത് അധികം ഒട്ടിപ്പിടിക്കാറില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഡൈജഷൻ. ഇത് ദുബായിൽ വെച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മേടിച്ചു. നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ഓൾസോ. നമ്മൾ സാധാരണ മേടിക്കുന്ന ബാസ്മതി മോഗറ റൈസ് ഇല്ലേ, പൊട്ടിയ ബാസ്മതി റൈസ്, അതിൻ്റെ സെയിം പ്രൈസിൽ തന്നെ വരണത്. ചിക്കൻ കറി റെഡിയാണ്. Alright guys, bon appetit. If you want to join me, please join me. Okay, നമ്മുടെ പപ്പടം കൊണ്ടാട്ടം മുളക് ഇതൊക്കെ ഞാൻ INA മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണമെന്നാണ്. ഇവിടെ അവിടെ നിന്ന് കിട്ടാറുള്ളൂ. പിന്നെ നമ്മളൊരു ഡോക്യുമെൻ്ററി, ഞാനിങ്ങനെ ഡോക്യുമെൻ്ററിയും കണ്ടിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇന്നലെ ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടിരിക്കുന്നത്. ചെക്ക് എന്താ മോനെ കൊണ്ടാട്ടമുളക്. യാവിൻ്റെ ഫേവറേറ്റ് ഇത്. അവൻ 4-5 കൊണ്ടാട്ടമുളക് ഒരു സിറ്റിങ്ങിൽ കഴിക്കും. അത്ര ഇഷ്ടമാണ്.